കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല. കുട്ടികളിൽ കാണുന്ന വാശി, ഉറക്കക്കുറവ്, വൈകല്യങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത്. ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ. കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, സ്കിൻ, ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി, ENT, ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും. ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ, അഫിലിയേറ്റ് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ബസ് സ്റ്റാൻഡിന് സമീപം, മെയിൻ റോഡ്, ചേലക്കര. ഫോൺ 8714852375 9747252375. ചേലക്കരയിൽ കണ്ണിൽ പൊടിയിട്ട മണ്ണുമല നീക്കൽ പ്രഖ്യാപനവും തീരുമാനവും. ചേലക്കര പുതുപ്പാലത്തിനടുത്തെ മണ്ണുമല നീക്കം ചെയ്യുന്നത് പാതി വഴിയിൽ ഉപേക്ഷിച്ച അധികൃതർ. വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാതയുടെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി പുതുപ്പാലത്തിനടുത്ത പാടത്ത് കൂട്ടിയിട്ട മണ്ണാണ് പൂർണ്ണമായും നീക്കം ചെയ്യാതെ അധികൃതരുടെ അനാസ്ഥ തുടരുന്നത്. കഴിഞ്ഞ മഴയിൽ വെള്ളപ്പൊക്ക ദുരിതം ഇരട്ടിയാക്കിയ മൺകൂന നീക്കം ചെയ്യാൻ UR പ്രദീപ് MLA ഇടപെട്ട് തീരുമാനമെടുത്തെങ്കിലും പേരിനു മാത്രം മണ്ണ് നീക്കം ചെയ്ത് നിലവിൽ വെള്ളപ്പൊക്ക ഭീഷണിയിൽ തന്നെ മൺകൂന തുടരുകയാണ്. മഴ മാറി നിന്നിട്ടും മൺകൂന നീക്കം ചെയ്യാനുള്ള നടപടിയെടുക്കാത്തതിൽ പ്രദേശവാസികളുടെയും കർഷകരുടെയും ഭാഗത്തു നിന്നും പ്രതിഷേധമുയരുന്നുണ്ട്. പ്ലാഴി വാഴക്കോട് റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വേസ്റ്റ് മണ്ണ് പുതുപ്പാലത്തിന് സമീപം 2 വർഷമായിട്ട് വലിയൊരു മണ്ണ് മലയായി അവിടെ നിക്ഷേപിച്ചിരിക്കുകയാണ്. ആയത് കാരണം കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രളയത്തിൽ തോന്നൂർക്കര, ചേലക്കര ഭാഗങ്ങളിലൊക്കെ ഒരുപാട് വെള്ളം വീടുകളിലേക്ക് കയറുന്നൊരവസ്ഥ ഉണ്ടായി. ഇത് നിരന്തരം പരാതി കൊടുത്തത് മൂലം അവിടെ MLA അടക്കമുള്ള ആൾക്കാർ സ്ഥലം സന്ദർശിക്കുകയും പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുള്ള ഈ അവസരത്തിൽ കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പേ കരാറുകാരൻ വന്ന് മണ്ണൊക്കെ പരിശോധിച്ച് പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യുമെന്ന് പറഞ്ഞ് സാവധാനത്തിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യാനുസരണം കുറേശ്ശെ മണ്ണ് മാറ്റി ഇപ്പോഴും മണ്ണിൻ്റെ 10% അടക്കമുള്ള മണ്ണ്, കല്ല് അടക്കമുള്ളത് അവിടെ കിടക്കുകയാണ്. ഇനിയിപ്പോൾ മഴ വിട്ടിട്ടുള്ള ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ആ നിലവിലുള്ള മണ്ണിൻ്റെ അവശിഷ്ടം കൂടി മാറ്റിയില്ലെങ്കിൽ ഇനിയിപ്പോൾ വീണ്ടും ഒരു പ്രളയം വന്നാൽ വീണ്ടും അവിടെയുള്ള വീടുകളിലേക്ക് വെള്ളം കയറുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക.